ഹായ് ഫ്രണ്ട്സ്. ഞാൻ ഇതിന് മുന്നേ ഒരു ഇതിന് മുമ്പേ 2 VITയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെല്ലാം വളരെ നല്ല റെസ്പോൺസാണ് കിട്ടിയിരുന്നത്. ഇപ്പം മകൻ VITയിൽ പഠിക്കുന്നതുകൊണ്ട് ഞാൻ അഡ്മിഷനുമായിട്ട് പോയപ്പോഴാണ് VITയുടെ ഈ അഡ്മിഷൻ സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലായത്. അപ്പോൾ ഞാൻ മകനെ അഡ്മിഷൻ എടുത്തു. അപ്പോൾ എന്നെപ്പോലെ ഒരുപാട് പാരൻസ് ഈ അഡ്മിഷൻ ടൈമിൽ കിടന്ന് ഓടുന്നുണ്ട്. കുട്ടികൾ ഒന്ന് പറയുന്നു, പാരൻസ് വേറൊന്ന് പറയുന്നു. അപ്പോൾ അഡ്മിഷൻ ടൈമിൽ എപ്പോഴും നമുക്കൊരു നല്ലൊരു കോഴ്സിലോട്ട് എങ്ങനെ എത്തിപ്പെടണം എന്നുള്ളൊരു കൺഫ്യൂഷൻ എല്ലാം ഉണ്ടാവും. അപ്പോൾ അത് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സൗകര്യം ഉണ്ടാവും. അപ്പോൾ ആ 2 വീഡിയോയിലും റിപ്പീറ്റായിട്ട് വന്ന ഒരു കമൻ്റ് ആയിരുന്നു VITയിലെ BBA കുറിച്ച് ഒന്ന് പറയുമോ എന്നുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും റിപ്പീറ്റായിട്ട് വന്ന കമൻ്റ് ആയതുകൊണ്ട് അതെന്തായാലും ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് VITയിൽ എങ്ങനെയാണ് BBAക്ക് അഡ്മിഷൻ എടുക്കുന്നത് എന്നുള്ളത്. ഇപ്പം ഒരു ബിസിനസ് മാനേജ്മെൻറ്റ് രംഗത്ത് കരിയർ ആഗ്രഹിക്കുന്ന ഏതൊരു കുട്ടിക്കാണ് തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് കോഴ്സ് തന്നെയാണ് BBA, ബാച്ചിലർ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് ഈ കോഴ്സ്. അപ്പോൾ ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ടെൻഷനൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈസി ആയിട്ട് ജോബ് ലഭിക്കുന്ന ഒരു കോഴ്സ് തന്നെയാണ്. BBA കഴിഞ്ഞിട്ട് അടുത്ത് MBAയിലോട്ട് പോവാം. അപ്പോൾ BBA മുമ്പ് 3 വർഷമായിരുന്നു. 3 വർഷം ഇപ്പോൾ അതൊരു 4 വർഷത്തിലോട്ടൊക്കെ മാറിയിട്ടുണ്ട്. VITയുടെ എല്ലാ ക്യാമ്പസിലും BBA നമുക്ക് ലഭിക്കുന്നതല്ല. VIT വെല്ലൂരും VIT ചെന്നൈയും VIT ഭോപ്പാലും നമുക്ക് ഈ കോഴ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കോഴ്സിൻ്റെ ഇത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് +2 ഹ്യൂമാനിറ്റീസും +2 സയൻസും +2 കൊമേഴ്സും ഒക്കെ എടുത്ത് പഠിച്ച കുട്ടികൾക്ക് എന്തായാലും BBA പഠിക്കാവുന്നതാണ്. പിന്നെ NEPയുടെ പുതിയ നയങ്ങളനുസരിച്ച് ഇതൊരു 4 വർഷത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് 3 വർഷത്തെ ഒരു അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സാണ് BBA. അപ്പോൾ ഇത് 4 വർഷത്തേക്ക് ഇപ്പം മാറ്റിയിരിക്കുകയാണ്. 4 വർഷമാണ് BBA ഇപ്പം വരുന്നത്. പിന്നെ ഇത് BBAയിൽ തന്നെ ഒരുപാട് സ്പെഷ്യലൈസ് വരുന്നുണ്ട്. BBA ഫിനാൻസ് വരുന്നുണ്ട്, BBA മാർക്കറ്റിംഗ് വരുന്നുണ്ട്, BBA HR വരുന്നുണ്ട്, BBA ബിസിനസ് അനലിസ്റ്റ് വരുന്നുണ്ട്, BBA ഡിജിറ്റൽ മാർക്കറ്റിംഗ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. കുട്ടികൾക്ക് ഏതാണോ ഇഷ്ടം അതിനനുസരിച്ച് നമുക്കിത് ചൂസ് ചെയ്യാവുന്നതാണ്. ഇതിനെല്ലാം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇന്ന് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ എവിടെയാണെങ്കിലും ജോലി ലഭിക്കുന്നതാണ്. പിന്നെ ഇതിന് +2 60% മാർക്ക് എന്തായാലും വേണം. SC കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു 50% മാർക്കെങ്കിലും വേണം. പിന്നെ ഞാൻ ഈ +2 പറഞ്ഞ ഈ ബാച്ചിൽ പഠിച്ച എല്ലാ കുട്ടികൾക്കും തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു കോഴ്സ് തന്നെയാണ് BBA പറയണത്. പിന്നെ ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായ ബെനിഫിറ്റ് എല്ലാം നമുക്ക് ലഭിക്കുന്നതാണ്. എപ്പോഴും നമ്മൾ നമ്മളുടെ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പറ്റുവാണെങ്കിൽ അതൊരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ മകനാണെന്നുണ്ടെങ്കിലും കേരള സിലബസിലാണ് പഠിച്ചത്. ഗവൺമെൻറ് സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയമാണ് പഠിച്ചത്. അപ്പം മകന് അഡ്മിഷന് വേണ്ടി തിരക്കുമ്പോൾ അത് CBSE പഠിക്കേണ്ടത് അങ്ങനെയൊന്നുമില്ല. നമ്മുടെ കുട്ടികൾക്ക് അഡ്മിഷൻ എവിടെയാണ് വേണമെന്നുണ്ടെങ്കിൽ സിലബസ് ഒന്നും അതിനൊരു ഇതല്ല. ഇപ്പോൾ CBSE പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് സിലബസ് പഠിക്കുകയാണെങ്കിലും മികച്ച ഒരു വിദ്യാഭ്യാസം കുട്ടികൾക്ക് കിട്ടും ആണെന്നുണ്ടെങ്കിൽ കുട്ടികളും അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നല്ല പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മുടെ കുട്ടികൾക്കെല്ലാം പഠിക്കാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് അഡ്മിഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ +2 പരീക്ഷയിൽ നല്ല മാർക്ക് ആണെങ്കിൽ പോലും അതിന് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമായും അഡ്മിഷൻ VITയിൽ നൽകുന്നത്. അപേക്ഷകളുടെ എണ്ണം കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ എഞ്ചിനീയറിംഗ് സെക്ഷനിലോട്ടാണെങ്കിലും അവരുടെ എൻട്രൻസ് ഉണ്ട്. ഇതിന് BBAക്ക് എൻട്രൻസ് ഇല്ല. അഡ്മിഷന് അവരുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അപേക്ഷകൾ കൂടുതൽ വരുവാണ് എന്നുണ്ടെങ്കിൽ അവരെന്തായാലും ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തും. ആ ഒരു ടെസ്റ്റിൻ്റെ ഇതിലാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. പിന്നെ ഈ മാർക്ക്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അങ്ങനെയുള്ള ക്രൈറ്റീരിയകളാണ് അവർ വച്ചിരിക്കുന്നത്.
പിന്നെ ഇതിൻ്റെ ഫീസ് അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ VIT BBA കോഴ്സിൻ്റെ ട്യൂഷൻ ഫീസ് പ്രതിവർഷം ഏകദേശം 55,000 ടു ഒരു വർഷം 1,00,000 രൂപയാണ് ഫീസ് വരുന്നത്. 55,000-നും 1,00,000-നുമാണ്. അത് നമ്മുടെ മാർക്ക്, നമ്മുടെ ക്രൈറ്റീരിയ അനുസരിച്ചാണ് ഫീസിൻ്റെ ഇത് വരുന്നത്. പിന്നെ ക്യാമ്പസ് മാറുന്നതിനനുസരിച്ച് ഫീസിലും വ്യത്യാസം ഉണ്ടാവും. പിന്നെ വേറെ അടുത്ത വരണമാണെന്നുണ്ടെങ്കിൽ ഹോസ്റ്റൽ ഫീസും മെസ് ഫീസും ഇതിന് പുറമേ ആയിരിക്കും. അതായത് ട്യൂഷൻ ഫീസിന് പുറമേ ആയിരിക്കും ഹോസ്റ്റൽ ഫീസും മെസ് ഫീസും എല്ലാം വരുന്നത്. ഹോസ്റ്റൽ ഫീസ് നിങ്ങൾക്കറിയാം, അവിടെ വെജ് ഉണ്ട്, നോൺ വെജ് ഉണ്ട് മെസ്സിൽ, AC ഉണ്ട്, നോൺ AC ഉണ്ട്. പിന്നെ 3 ബെഡുള്ള റൂമുണ്ട്, 4 ബെഡുള്ള റൂമുണ്ട്, 6 ബെഡുള്ള റൂമുണ്ട്. അപ്പോൾ ഇത് ഏതാണോ നമ്മൾ ബെഡ് സെലക്ട് ചെയ്യുന്ന കണക്ക് നമ്മളെ പൈസയിൽ മാറ്റം വരും. അപ്പം നമുക്ക് നമ്മുടെ കയ്യിൽ എത്ര പൈസയാണോ ഉള്ളത് അതിനനുസരിച്ച് നമുക്ക് അക്കോമഡേഷനും മെസ്സും എല്ലാം സെലക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നിന്നുകൊണ്ട് ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയത്തക്ക VIT പ്ലേസ്മെൻറ്റ്, അത് ഒരു രക്ഷയുമില്ല. VIT നല്ല പ്ലേസ്മെൻ്റ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് VIT. വളരെ മികച്ച പ്ലേസ്മെൻറ്റ് VITക്കുണ്ട്. പ്രമുഖ കമ്പനികളായ ആമസോൺ ഉണ്ട്, പിന്നെ വിപ്രോ ഉണ്ട്, അങ്ങനെ ഒരുപാട് നമുക്ക് കമ്പനികളുടെ എണ്ണം പറയുകയാണെങ്കിൽ ഒരുപാട് കമ്പനികളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫേമസ് കമ്പനികളെല്ലാം നമുക്ക് അവിടെ പ്ലേസ്മെൻറ്റ് ലഭിക്കുന്നതാണ്. പിന്നെ നമുക്ക് പറയുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ ഒന്ന് പ്ലേസായി ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ആ പഠിത്തത്തോടൊപ്പം തന്നെ ഒരു ജോലി എന്നുള്ള ഒരു ഇതിലേക്ക് കുട്ടികൾ മാറും. അപ്പോൾ അവരും ഭയങ്കര ഹാപ്പി ആയിട്ട് നമുക്ക് പഠിച്ച് ഇറങ്ങുമ്പോൾ തന്നെ ജോലി കിട്ടുന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. അതോടുകൂടി കുട്ടികൾ വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് അവിടെ നിന്ന് മനസ്സിന് നമുക്കിപ്പോൾ ഇത്രയും 4 വർഷം പഠിക്കുന്നു, അത് കഴിയുമ്പോൾ ഒരു ജോലി കിട്ടുന്നു, അതൊക്കെ അത് പഠിച്ചിറങ്ങുമ്പോഴേ കുട്ടികൾക്ക് ആ മനസ്സിൽ ഭയങ്കര സന്തോഷമായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു. കുറേ കുട്ടികൾ എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് പഠിക്കുന്നു, അതല്ലാത്ത കുട്ടികൾ അല്ലാണ്ട് ഫീസ് അടക്കി പഠിക്കുന്നു. അപ്പോൾ ഏതൊക്കെയാണെങ്കിലും നമ്മൾ നമ്മുടെ ബഡ്ജറ്റിന് നിന്നുകൊണ്ട് നല്ലൊരു കോഴ്സ് എടുത്ത് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് VITയിലെ BBA കോഴ്സിനെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത്. പിന്നെ നല്ല പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടുത്തെ വരുന്ന പ്ലേസ്മെൻറ്റുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു. പിന്നെ ഇതിൽ എല്ലാം ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ BBA HR ആണെങ്കിലും മാർക്കറ്റിംഗ് ആണെങ്കിലും നമ്മൾ ഏതാണോ എടുത്ത് പഠിക്കുന്നത് അതിനനുസരിച്ചുള്ള കമ്പനികളിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇപ്പോൾ BBA കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത MBAയിലോട്ട് പോവാം. അതും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എന്തുകൊണ്ടും എനിക്ക് പറയാനുള്ളത്, നല്ല ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മുടെ കുറഞ്ഞ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് BBA കോഴ്സ് നമുക്ക് പഠിച്ചിറങ്ങാൻ പറ്റുന്നതാണ്. VITയിലെ പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നല്ല പ്ലേസ്മെൻറ്റോടുകൂടി തന്നെ BBA കഴിഞ്ഞ് നമുക്ക് ഒരു ജോലിയുമായിട്ട് പുറത്തിറങ്ങാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.